ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചപ്പാത്തി റോളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ നൈറ്റ് ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിവിടെ 2 തരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ 2 തരത്തിൽ ഉണ്ടാക്കുമ്പോഴേ 2 നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് മയനൈസാണ് വേണ്ടത്. നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയനൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ടൊമാറ്റോയുടെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കവും ഓണിയനും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചീസ് ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് എടുത്താലും മതി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുഴിയുള്ള ഒരു പാത്രം തന്നെ നമ്മൾ എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഒരു മുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ 2 എടുക്കാം. ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ച് അങ്ങനെ മുട്ടയുടെ ക്വാണ്ടിറ്റിയുടെ അളവ് കൂട്ടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കുരുമുളകിൻ്റെ പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം, എന്നിട്ട് ക്യാരറ്റും ഓണിയനും. ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. മുട്ടയുടെ കൂട്ട് ഒത്തിരി കട്ടിയായി പോവുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ അളവിന് നന്നായിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മുട്ടയുടെ മിക്സ് വന്നിട്ട് ഇച്ചിരി ലൂസി ആയിരിക്കണം. നന്നായിട്ട് ലൂസി ആവേണ്ട, കുറച്ചൊരിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും കുരുമുളകും എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അയണിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പാനാണോ ഉള്ളത് അതെടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തന്നെ വേണമെന്നില്ല, ഏത് ഓയിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് മുട്ടയുടെ നമ്മൾ ആ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടെടുത്തിട്ട് ആ ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ മുട്ട വേവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പുറത്തേക്ക് ഉടനെ കുറച്ച് ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചീസ് ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിൽ നിങ്ങൾ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുട്ട വേവാൻ വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ വന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മുട്ട കരിഞ്ഞു പോകും. അകമൊക്കെ ഒന്നും വെന്തിട്ടുണ്ടാവത്തില്ല, വെജിറ്റബിൾസൊക്കെ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോഴേക്ക് ആ സൈഡ് വെന്തിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരിക്കൽ കൂടെ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഏതാണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ലൊരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് നമുക്ക് അധികം വേവ് ആവശ്യമില്ല, കാരണം ചപ്പാത്തി ഓൾറെഡി നേരത്തെ കുക്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ മുട്ടയിലേക്ക് കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കെച്ചപ്പ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ടൊമാറ്റോയുടെ സോസും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം ഞാനിപ്പോൾ 2 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസോ കൂടെ കട്ട് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇതൊരു രീതിക്കുള്ള ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തേക്കും ആവണം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മളൊരു ബൗൾ എടുക്കുകയാണ്. ആ ബൗളിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഫില്ലിങ്സ് ആയിട്ടാണ് വെക്കുന്നത് ചപ്പാത്തി റോളിൻ്റെ അകത്ത്. അതിനുവേണ്ടി കുറച്ച് ഓണിയനും കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ക്യാബേജും ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. കാരണം മയണൈസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5, കൂടിപ്പോയ ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് മാത്രം മയണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി മയണൈസ് ഒത്തിരി ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കരുത്. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു അയണിൻ്റെ പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റാക്കി കൊടുക്കുക. ബട്ടർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി. എന്നിട്ട് മുട്ടയുടെ കൂട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ച് അതിനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസിൻ്റെ സ്ലൈസാണുള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കുക. ഈ ചീസൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ചീസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്ത് ചപ്പാത്തി നന്നായിട്ട് കുക്കാക്കി എടുക്കുക. എന്നിട്ട് ആ സൈഡ് വെന്ത് വരുമ്പോഴേക്കും അത് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിടുമ്പോഴേക്കും ഈ മുട്ടയുടെ ഈ സൈഡ് വെന്തിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. എന്നിട്ട് ഈ സൈഡ് ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഓൾറെഡി കുക്കായത് കാരണം അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വയ്ക്കാം. ഈ ഫില്ലിങ്സ് വയ്ക്കുമ്പോഴേക്കും നമ്മൾ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുക. സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം ഒത്തിരി മയണൈസ് എടുക്കരുത് കേട്ടോ. ഒത്തിരി ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോയുടെ ഈ പുളിപ്പും കൂടെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നിട്ട് ഇതും കൂടെ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്നിൽ കുത്തി വയ്ക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 2 തരം വെറൈറ്റി ഐറ്റംസ് ആയ നമ്മുടെ റോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ. ബൈ ബൈ.